നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ വിശാഖം കാല അനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശം ഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഇതിന് മുന്നേയുള്ള മാസഫലങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച്, ആ ഗ്രഹത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് പറയാറാണ് പതിവ്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും അതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കും മടുപ്പുണ്ടാവും, കേൾക്കുന്നതായിട്ടുള്ള നിങ്ങൾക്കും മടുപ്പുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ബോർഡിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ എഴുതി കാണിച്ചിട്ട് ആ ഗ്രഹങ്ങളുടെ ഫലത്തെക്കുറിച്ച് സൂചിപ്പിക്കാം എന്ന് വിചാരിച്ചത്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ചാനൽ ശ്രദ്ധിക്കുന്നവർക്ക് നാളെ തൊട്ട് നിങ്ങൾ ധനവാനാവും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാരാബ്ധങ്ങളെല്ലാം തീരും. നാളെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും. അതേപോലെ തന്നെ നാളെ തൊട്ട് ഈ നാളുകൾക്ക് രാജയോഗം. ഇങ്ങനെയുള്ളതായിട്ടുള്ള നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കൃത്യമായിട്ടുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ആ ഫലങ്ങളെ സൂചിപ്പിക്കും. നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയും, മോശമാണെന്നുണ്ടെങ്കിൽ മോശമാണെന്ന് സൂചിപ്പിക്കും. മോശഫലമാണെന്നുണ്ടെങ്കിൽ ആ മോശഫലങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ മോശഫലം ഇല്ലാതാകും. അതേപോലെ തന്നെ ജീവിതത്തിൽ വിജയം വരികയും ചെയ്യും. വെറുതെ ഇരിക്കുന്നവർക്ക് ആർക്കും വെറുതെ ധനം വന്നു ചേർന്നിട്ടില്ല. അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് ലക്ഷ്മി ദേവി ഉണ്ടാവുക, ധനം വന്നു ചേരുക. അപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ച് ഞാൻ പൊതുവെ പറയേണ്ടതല്ല എങ്കിൽ പോലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും വിശാഖം കാലാനും തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് 17-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 10-ലാണ്. 17-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും വൃശ്ചികക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് 10-ാം ഭാവം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ 10-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി നമുക്ക് വന്നു ചേരുക, ദ്രവ്യലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, കർമ്മസിദ്ധി വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും അരിഷ്ടതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, പലർക്കും ജോലി സ്ഥലത്ത് പലവിധ വിഷമതകളൊക്കെ വന്നു ചേരാം. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന, നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം, ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് 17-ാം തീയതി വരെ. 17-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരുന്നതും, അതായത് ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. സൂര്യൻ 11-ൽ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള മറ്റു പല വിഷയങ്ങളും ഉണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം പരിഹാരം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 11-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. വ്യാധി വിനാശം ഉണ്ടാവുക, ഏതൊക്കെയാണോ ദുഃഖ ദുരിതങ്ങൾ അതെല്ലാം ഇല്ലാതെയാകുന്ന കാലയളവ്, നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, അതേപോലെ തന്നെ കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവേദ്യമായിട്ട് വരിക, രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥ, നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവുക. ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ല. അപ്പോൾ എന്തുകൊണ്ടും 17-ാം തീയതിക്ക് ശേഷം 11-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 10-ൽ നിൽക്കുമ്പോഴായിക്കോട്ടെ 11-ൽ നിൽക്കുമ്പോഴായിക്കോട്ടെ സൂര്യനെ കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വരുന്നതായിട്ടുള്ള സെപ്റ്റംബർ മാസത്തിൽ സൂര്യനും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട്. അപ്പൊ വൃശ്ചികക്കൂറുകാർക്ക് 14-ാം തീയതി വരെ ചൊവ്വ 11-ലാണ് നിൽക്കുന്നത്. 14-ാം തീയതിക്ക് ശേഷം ചൊവ്വ 12-ലേക്ക് വരും. 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വൃശ്ചികക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജനപദ അധികാര ലാഭം വന്നു ചേരുക, പുതിയ പുതിയ അവസരങ്ങളും സ്ഥാനമാനങ്ങളും ബിസിനസ്സിലൊക്കെ ഉയർച്ച വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നമുക്ക് ഭൂമി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ ശ്രമിച്ചോളൂ. അവർക്ക് സ്വന്തമായിട്ട് ഭൂമി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശഫലത്തെ സൂചിപ്പിച്ചാൽ പോലും ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലം നമുക്ക് എങ്ങനെ വന്നു ചേരുമെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നും. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട്. ആ സ്വഭാവ സവിശേഷതകളുള്ളതായിട്ടുള്ള ആ ഗ്രഹം നല്ല രാശിയിൽ നമുക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന നല്ല സ്ഥാനത്ത് വന്നു ചേരുമ്പോൾ ആ നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരും. മറ്റ് ഗ്രഹങ്ങൾ ഏത് മോശ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും അത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഇത്ര അധികം നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നതെന്നർത്ഥം. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, വളരെ നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 14-ാം തീയതി വരെ. 14-ാം തീയതിക്ക് ശേഷം വൃശ്ചികക്കൂറുകാർക്ക് 12-ലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെയുമല്ല, അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്നൊരു ഫലം. അപ്പൊ ഇതെന്താ ചെയ്യുക? 14-ാം തീയതി വരെ ഇങ്ങനെയുള്ള ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കാം നമുക്ക്, അല്ലെ? അപ്പൊ 12-ലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം, വാഹനം ഉപയോഗിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ പോലും, നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും, ഈ കാലയളവിൽ 12-ലേക്ക് ചൊവ്വ വരുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് ബുധൻ 10-ലാണ് നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന ബുധനും 15-ാം തീയതി വരെയാണ് 10-ൽ നിൽക്കുന്നത്. അതിനുശേഷം 11-ലേക്ക് വരും. 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് വളരെ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അതേപോലത്തെ തന്നെയുള്ള ഒരു ഫലം. കുറച്ചും കൂടി ഗംഭീരാണോ എന്ന് ചോദിച്ചാൽ ഗംഭീരാണ്. 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവേദിയായിട്ട് വരിക, ധനലാഭം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക, ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 15-ാം തീയതി വരെ വൃശ്ചികക്കൂറുകാർക്ക് ബുധൻ 10-ൽ നിൽക്കുമ്പോൾ. അതിനുശേഷം 11-ലേക്ക് വരുമ്പോഴും നല്ല വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക. പ്രത്യേകിച്ചും ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക. സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം വന്നു ചേരുക, അതായത് സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുക. ഇപ്പൊ സന്താനങ്ങൾക്ക് ജോലി ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ജോലി വന്നു ചേരുക, അതായത് അച്ഛന്റെയും അമ്മയുടെയും ആ ഗ്രഹങ്ങളുടെ സ്ഥിതി പ്രകാരം സന്താനങ്ങൾക്ക് നല്ല ഫലം. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് കൂടാതെ തന്നെ പ്രത്യേകിച്ചും വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ബുധനെ കൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക, ജോലി സംബന്ധമായിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല ഫലത്തെയാണ് 10-ൽ നിൽക്കുമ്പോഴും 11-ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എങ്കിൽ പോലും അത് സൂര്യനോട് ചേർന്നാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ബലക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൂര്യനാണല്ലോ ചൂട് കൂടുക. സൂര്യനോട് ഏത് ഗ്രഹം ചേർന്ന് നിന്ന് കഴിഞ്ഞാലും ആ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹത്തിന് കുറച്ച് ബലക്കുറവ് ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. അപ്പൊ ആ ബലം വന്നു ചേരാൻ ബുധനെ കൊണ്ട് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടത്. വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും മോശഫലത്തെ സൂചിപ്പിക്കുന്നത് വ്യാഴം 8-ൽ നിൽക്കുന്നതാണ്. ആ വ്യാഴം 8-ൽ നിൽക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം വന്നു ചേരാത്ത കാലയളവ്, പല വിധേന വഴി നടക്കല്, അലച്ചില്, നമ്മൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും, നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫലം വന്നു ചേരുന്നില്ലല്ലോ എന്നുള്ള ആത്മസംഘർഷങ്ങൾ, നമുക്ക് എന്താണ് നല്ല ഫലം വന്നു ചേരാത്തത് എന്ന് മനോവിചാര വ്യാധികൾ വന്നു ചേരുക. അപ്പൊ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കേണ്ടതുണ്ട്. ജാതാവാ വിഫല വിനഷ്ടവികല തത്രാദി കഷ്ടോഷ്ടമാന്നാ പറയാം. ഏറ്റവും മോശം 8-ൽ നിൽക്കുമ്പോഴാണ്. എന്തെങ്കിലും ഒരു നല്ല ഫലം ഉണ്ടോ, ആ ഫലം പോലും വിഫലമായിട്ട് തീരുന്നൊരു ഫലത്തെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മോശഫലം എന്തായാലും നമുക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട്. നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ല. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല ഫലം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ ആ നല്ല ഫലം വന്നു ചേരാൻ ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിരുത്തി തൊഴുക. അതല്ല, ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടാവും, അല്ലേ? ഇപ്പൊ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ തന്നെ പോകാൻ പറ്റിയത് വരില്ല. എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി വിചാരിക്കാലോ, നാമം ജപിക്കാലോ. കാരണം നാമസങ്കീർത്തനം യസ്യാ സർവപാപത്രനാശനം എന്നാണ് പറയുന്നത്. ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ്. അപ്പൊ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം മാറി നമുക്ക് നല്ല ഫലം വന്നു ചേരും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കണ്ട. സംശയം ഉണ്ടെങ്കിലാണ് കുഴപ്പം. വൃശ്ചികക്കൂറുകാർക്ക് 15-ാം തീയതി വരെ ശുക്രൻ 9-ലാണ് നിൽക്കുന്നത്. അതിനുശേഷം 10-ലേക്ക് വരും. 9-ൽ നിൽക്കുന്ന ശുക്രൻ, ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ 10-ലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9 ശുക്രൻ നിൽക്കുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിയായിട്ട് വരിക. അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ധനലാഭം ഉണ്ടാവുക, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, കുടുംബസുഖം അനുഭവത്തിയായിട്ട് വരിക. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വളരെ നല്ല ഫലമാണ് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9 ശുക്രൻ നിൽക്കുമ്പോൾ. പക്ഷെ 10ലേക്ക് വരുമ്പോൾ കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരോടും പുരുഷന്മാർക്ക് സ്ത്രീകളോടും. അപ്പൊ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ഫലം പറയുന്നത് അപമാനം ഉണ്ടാവുക എന്നുള്ളത്. അപമാനം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് പലവിധ കുറവുകളുണ്ട്, ധനപരമായിട്ടൊക്കെ നമുക്ക് കുറവുകൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനമുണ്ട് അല്ലെ? ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള ഫലമാണ് അപമാനം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സ്വയം ചെന്ന് പെടാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചൊറ്റാനിക്കര ഭഗവതിയെ, ദുർഗാ ഭഗവതിയെ നല്ലോണം മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ആ മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല. നമുക്ക് നാമം ജപിക്കാനും സാധിക്കില്ല, നമുക്ക് ഈ മോശഫലങ്ങളൊന്നും വന്നു ചേരാനും പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന നാമങ്ങളാണ് ഇതൊക്കെ. ഭക്തിയുള്ളവർക്ക് എല്ലാവർക്കും ഈ നാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ അറിയാം അല്ലെ? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. ഇതൊക്കെ ജപിച്ചോളൂ. ഈ 10ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലം ഒന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം. വൃശ്ചികക്കൂറുകാർക്ക് 5ലാണ് ശനി. 5ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് പറയുന്നത്. ശനൈശ്ചരായ നമഃ നാമം ജപിക്കുക, മഹാദേവനെയോ അയ്യപ്പസ്വാമിയും മനസ്സിരുത്തി വിചാരിക്കുക. പൊതുവെ മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ രാഹുവിന്റെയും കേതുവിന്റെയും ഒന്നും ഫലത്തെ സൂചിപ്പിക്കാറില്ല. ആ ഫലങ്ങളെ പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാറാണ് പതിവ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും പലരും രാഹുവിന്റെ ഫലമില്ലല്ലോ, കേതുവിന്റെ ഫലമില്ലല്ലോ എന്ന് കമന്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട്. രാഹു നിൽക്കുന്നത് വൃശ്ചികക്കൂറുകാർക്ക് 4ലാണ്. 4ൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് കുടുംബപരമായിട്ടുള്ള സുഖത്തിന് കുറവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ 10ലാണ് കേതു നിൽക്കുന്നത്. 10ൽ നിൽക്കുന്ന കേതു ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ്, പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി വൃശ്ചികക്കൂറുകാര് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നാളുകളെ കൊണ്ട് ചന്ദ്രൻ പറയുന്നതായിട്ടുള്ള പൊതുവെയുള്ള ഫലമാണ് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. നന്ദി, നമസ്കാരം.